ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു ഈസി ഡിന്നർ റെസിപ്പിയാണ് മുട്ട കൊണ്ടുള്ളത്. ഇതിന് മുമ്പ് ഞാനൊരു എഗ് പെപ്പർ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ എൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ചെറിയ തീയിലൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലി, കുരുമുളക്, ജീരകം, പെരുംജീരകം, കരിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി കുരുമുളകൊക്കെ ഒന്ന് പൊട്ടണ വരെ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് നല്ലോണം ഒരു വെണ്ണ പോലെ അരച്ചെടുത്ത് വെക്കണം. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി വേറൊരു പാൻ മീഡിയം ഫയറിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി മൂക്കുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ബ്രൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കളർ മാറുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സവാളയുടെ കളർ മാറി തുടങ്ങി. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. തക്കാളി നല്ല നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഇനി ഇതും കൂടെ ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒരു ഗ്രേവി ഫോം ആവണ വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാ തക്കാളി ഉടഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ അരച്ചെടുത്ത് വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാല ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതാ ഇങ്ങനെ തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചോളൂ. കട്ടിയായിട്ടാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കരിവേപ്പില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ മുട്ട വേവിച്ചിട്ട് പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഗ്രേവി ഒന്ന് മുട്ടയുടെ മുകളിലേക്ക് വെച്ച് നല്ലോണം അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ പെപ്പർ കറി റെഡിയാവും. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. ബൈ.